ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും സുപരിചിതമായ ശംഖുപുഷ്പത്തെക്കുറിച്ചാണ്. ഈ പൂവിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ നട്ടു വളർത്തിയിരിക്കുന്ന പൂ പറിക്കാനായിട്ടാണ് പോകുന്നത്. മിക്ക വീടിൻ്റെയും പരിസരങ്ങളിൽ ഈ ചെടി കാണാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് പൂവ് എടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഇത് ഞാൻ കാണാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇങ്ങനെ കുടിക്കാൻ പാടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അതെന്താ? ഞാൻ പറഞ്ഞു, ഇതിനൊരു അളവൊക്കെ ഉണ്ട്. അളവിൽ കൂടുതൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ BP ലോ ആയി പോവും. BP ലോ ആയിട്ടുള്ള ആൾക്കാർ കുടിക്കുന്നതെങ്കിൽ BP ഒന്നും കൂടെ ലോ ആവും. പിന്നെ ഷുഗർ കുറഞ്ഞു പോകും. ഷുഗർ ഇല്ലാത്തവരിത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ ഡൗൺ ആയി പോവും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ ഈ പൂ, അവിടെ ഉണ്ടായിരുന്ന പൂ മൊത്തം ഞാൻ പറിച്ചു. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം എനിക്ക് ആവശ്യമുള്ള പൂ എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ഉണക്കും. കാരണം പൂവില്ലാത്ത സമയത്ത് എനിക്ക് ഉപയോഗിക്കാനായി കഴിഞ്ഞിട്ട് ഉണക്കി നമുക്ക് ബോട്ടിലിട്ട് വയ്ക്കാം. ഇനി ഇന്നത്തേക്കിന് വേണ്ടി 9 പൂവാണ് വേണ്ടത്. ഞങ്ങൾ 3 പേർക്ക് വേണ്ടി. ഈ 9 പൂവിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 ഗ്ലാസ് ഒഴിക്കാം, രണ്ടാമത്തെ ഗ്ലാസ് ഒഴിക്കാം, മൂന്നാമത്തെ ഗ്ലാസ്സും ഒഴിക്കാം. ഇനി ഇതൊന്ന് തിളപ്പിക്കണം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അടയ്ക്കാം. ഒന്ന് കണ്ടോ, തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് ഇത് അങ്ങനെ തന്നെ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ആണ് ഇത് അരിച്ചെടുക്കേണ്ടത്. കണ്ടോ, ഇതിൻ്റെ കളറ് മാറി ഒരു ബ്ലൂ കളറായി വന്നു അല്ലേ? ഈ അരിച്ചൊഴിച്ചിരിക്കുന്ന ഇതേ കളറിലുള്ള വെള്ളം നമ്മൾക്ക് ഇങ്ങനെ തന്നെ കുടിക്കാൻ പറ്റും. ചെറു ചൂടോടുകൂടി നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പേ നമുക്കിങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തേനും നാരങ്ങയും ചേർത്ത് കഴിഞ്ഞിട്ടാണ് കുടിക്കാറുള്ളത്. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളത്തിന് 1.5 മുറി നാരങ്ങയും 3 ടേബിൾ സ്പൂൺ തേനുമാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഈ നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറ് മാറും, ഒരു വയലറ്റ് കളറായി വരും. നമുക്കൊരു നാരങ്ങ പകുതി അത് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ അരമുറിയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ മുറിയും കൂടെ നമുക്ക് ഞാനെടുത്ത് അത് പിഴിഞ്ഞ് ഒഴിക്കാം. കണ്ടോ, കളർ മാറി കണ്ടോ? അപ്പോൾ ഈ കളർ മാറുന്നത് കൊണ്ട് ഇതിനെ മാജിക്കൽ ഡ്രിങ്ക് എന്നും വിളിക്കാറുണ്ട്. ഇത് നമ്മൾക്ക് ചൂടാറി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ ഒത്തിരി നല്ലതാണ്. കുടിക്കാനായിട്ട് ടേസ്റ്റും ഉണ്ട്. നമുക്കൊന്നും കൂടെ കുടിക്കണമെന്ന് തോന്നും. പക്ഷേ അങ്ങനെ കുടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എൻ്റെ BP ലോ ആയ കാരണം ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം കുടിക്കാറുള്ളൂ. പിന്നെ വീട്ടിലുള്ളവർക്ക് ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യം കൊടുക്കാറുള്ളൂ. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ആഴ്ചയിൽ 5 പ്രാവശ്യം ഇത് കുടിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് പകർത്തി വയ്ക്കണം. അതിന് മുമ്പേ ഒന്ന് തേനൊഴിക്കുകയാണ്. തേനൊഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഒന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ, എന്ത് നല്ല കളറാണെന്ന് നോക്കിയത്. കാണുമ്പോൾ തന്നെ പിള്ളേർ കുടിക്കാനായിട്ട് വരും. പക്ഷേ പിള്ളേർക്ക് ഒരിക്കലും കൊടുക്കരുത്. 15 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ഇത് കുടിക്കാനായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്തവർക്ക് കൊടുക്കുകയേ ചെയ്യരുത്. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം.
ഞങ്ങൾക്ക് 3 പേർക്കുള്ളതാണിത് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിക്കാം. ഇത് വണ്ണം കുറയാൻ ഒത്തിരി നല്ലതാണ്. പിന്നെ മുഖത്ത് കരിമങ്കല്യം ഉള്ളവർക്കും കറുത്ത പാടുള്ളവർക്കും ഒരു ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ചെറുപയർ പൊടിയും അതിൽ 7 പൂവ് അരച്ച് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടുകൾ മാറിക്കിട്ടും. ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് വെച്ച് കഷായം വെച്ച് കുടിക്കാം. 1 ഗ്ലാസ് പാലിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് 3 പൂവിട്ട് 1 ഗ്ലാസ് വെള്ളമായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത ശേഷം ചെറു ചൂടോടുകൂടി രാത്രിയിൽ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടും. വാതപിത്ത കഫ രോഗങ്ങൾക്ക് ശമനവും ഉണ്ടാകുന്നതാണ്. ഓർമ്മശക്തി വർദ്ധിക്കാനും കാഴ്ചശക്തി വർദ്ധിക്കാനും ഒത്തിരി നല്ല ഡ്രിങ്കാണ്. തലവേദനയ്ക്ക് ഈ പൂവിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ ആവി പിടിച്ചു കഴിഞ്ഞാൽ തലവേദന മാറിക്കിട്ടുന്നതാണ്. ക്യാൻസർ രോഗത്തിന് വളരെ അത്യുത്തമമാണ്. ഷുഗറിനും കൊളസ്ട്രോളിനും വളരെയധികം നല്ലതാണ്. 15 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ വെള്ളം കൊടുക്കാനേ പാടില്ല. ഈ പൂവിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എപ്രകാരമാണ് കുടിക്കേണ്ടത്, എത്ര പൂവിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ്സിന് എത്ര പൂവിട്ടാണ് കുടിക്കേണ്ടത് എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ BP ലോ ഉള്ളവർ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ അളവിനനുസരിച്ച് നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പവും വരില്ല. നിങ്ങൾക്ക് ഒരു പൂവ് നട്ട് വളർത്തുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മൾക്ക് അതിൽ നിന്ന് പൂവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.